ഹലോ ഗായ്സ്, എനിക്കിന്ന് വെക്കേഷനായി ഞാൻ നാട്ടിൽ പോണേണ്. സൗദി ബൈ ബൈ. ഒരു മാസം 2 ആഴ്ച മാക്സിമം. തിരിച്ചു വരും എന്ന് പ്രതീക്ഷയുണ്ട്. തിരിച്ചു വരും. ഫ്ലൈറ്റ് നൈറ്റാണ്, മോർണിംഗ് എത്തും കൊച്ചിയിൽ. താങ്ക് യു. അങ്ങനെ അതേ എയർപോർട്ടിലോട്ട് പോകാൻ നിൽക്കുന്നു. റോഡിലിപ്പോൾ തിരക്കൊന്നുമില്ല. ഇപ്പോൾ ഈ ടൈമിലാകുമ്പോൾ തിരക്കൊന്നും ഉണ്ടാവില്ല. നൈസാണ്. അങ്ങനെ പോകുന്നു എയർപോർട്ടിലോട്ട്. ഇവിടെ നിന്ന് ഒരു അരമണിക്കൂറുണ്ട് എൻ്റെ റൂമിൽ നിന്ന്. ഓക്കെ ഗൈസ്. എന്നാ അങ്ങനെ 2 കൊല്ലം കഴിഞ്ഞ് നാട്ടിലോട്ട് പോകണേണ്. പർച്ചേസിങ് എന്ന് പറഞ്ഞാൽ കുറേ സാധനങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല. കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളു നമുക്ക് ആവശ്യത്തിനുള്ളതൊക്കെ. പിന്നെ വേറെന്തെന്നാ, ഇവിടെ എക്സിറ്റ് അടിച്ചല്ല വന്നേക്കണ വെക്കേഷനായിട്ടാണ്. ഒരു 41 ഡേയ്സ് നമ്മൾ എയർപോർട്ടിലെത്തി. ഇവിടെ സൗദിയിൽ ഏറ്റവും വലിയ എയർപോർട്ട് എന്ന് പറയുമ്പോൾ ഈ ദമാം എയർപോർട്ടാണ്. നിങ്ങളിത് കണ്ടില്ലേ, വരിവരിയായി ഫ്ലൈറ്റുകളൊക്കെ ഇട്ടേക്കണ്. ഞാനിപ്പോൾ കയറിയേക്കണത് ഏറ്റവും നമ്പർ 1 ആയ ശ്രീലങ്ക എയർലൈൻസിലാണ്. നമുക്ക് ഓൾറെഡി എല്ലാം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞാലിപ്പോൾ ശ്രീലങ്കയിലൊക്കെ ഇരിക്കട്ടെ. ഒരു രക്ഷയില്ല ഗൈസ്, അടിപൊളി, വേറെ ലെവല്. നോക്കിയാൽ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള സ്പേസുകൾ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ഫ്ലൈറ്റ് നോർമൽ പോലെ, പക്ഷേ ഇത് ഡിസ്കംഫോർട്ടബിൾ. നമുക്ക് ലെഗ് സ്പേസ് കുറവാണ്, അത്രേ ഉള്ളൂ. വേറെ നമുക്ക് തോന്നുന്നില്ല. പിന്നെ നമുക്ക് USB-യുടെയും നമുക്ക് ഹെഡ്സെറ്റിൻ്റെ ഒക്കെ ഉണ്ട്. ഞാൻ വന്നപ്പോൾ തന്നെ ചാർജ് കാര്യങ്ങളൊക്കെ കുത്തിയിരുന്നു. ഹെഡ്സെറ്റ് നമുക്ക് ഒരു തരും ലാസ്റ്റ്. പിന്നെ നമുക്ക് ഓരോ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഓൾറെഡി നമുക്ക് മൂവി, നമുക്ക് എന്ത് വേണമെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ വേണ്ടി നമുക്ക് എല്ലാം യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. നൈസാണ്. ജസ്റ്റ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിയാണ് നമ്മൾ എത്തിഹാദിൽ പോയിട്ടുണ്ട്. എത്തിഹാദ് എനിക്കിതിലും നല്ലതെന്ന് പറഞ്ഞാൽ ഇതാണ്, ശ്രീലങ്ക എയർലൈൻസാണ്. കുറച്ചും കൂടി ഫെസിലിറ്റീസ് കാര്യങ്ങൾ. പക്ഷേ ഒരു പ്രശ്നമുള്ളൂ, ലെഗ് സ്പേസ് ഇല്ല. ഞാനിപ്പോൾ വന്നേക്കണം ശ്രീലങ്ക എയർലൈൻസിൽ ലെഗ് സ്പേസ് ഇല്ല. നമുക്ക് 6 അവേഴ്സെങ്കിലും നമുക്ക് ഫ്ലൈറ്റിനുള്ളിൽ തന്നെ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ഷോക്ക് കഴിക്കും. കറക്റ്റ് വർക്കാവില്ല. പിന്നെ ഹെഡ്സെറ്റ് കണ്ടു, മിനി ഹെഡ്സെറ്റ് ഓക്കെയാണ്. തിരിച്ച് ബാഗിലോട്ടാക്കി പോകാൻ പ്ലാൻ ചെയ്താണ്. വേണ്ട, പണിയാവും, അതങ്ങനെ അലൗഡ് അല്ല. അതെ, പതിയെ എടുക്കുകയാണ് ഫ്ലൈറ്റ്. ഇവിടെ നിന്ന് സൗദിയിൽ നിന്ന് ഞാൻ പോകുന്നു ഇന്ത്യ, കേരള, എൻ്റെ നാടായ എറണാകുളം. റൺവേയിലാണ് സ്റ്റാർട്ടിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ,
സെക്കൻഡിനുള്ളിൽ പറക്കുന്നത്. പറന്ന് കഴിയുമ്പോഴാണ് ഒരു ചെറിയൊരു പ്രഷറോൾ ബാക്കിലോട്ട് വരുന്നത്. അവിടെ സീറ്റ് ബെൽറ്റൊക്കെ കുഴപ്പമൊന്നുമില്ല. എയർ ഹോസ്റ്റൽ വന്നു സീറ്റ് ബെൽറ്റ് എടുക്കാനൊക്കെ പറഞ്ഞു. ഇപ്പോൾ പറക്കും. നമുക്കിത് മേലോട്ട് പറന്ന് ഒരുവിധം ഒരു റേഞ്ചിൽ എത്തിക്കഴിയുമ്പോൾ നമുക്കൊരു ചെവി അടയും, നല്ലോണം അടയും. ഒരു ചെറിയൊരു പ്രശ്നം പോലെ നമുക്ക് തോന്നും, ഫീൽ ചെയ്യും. ഉണ്ടാവില്ല. നൈറ്റ് കാരണം നമുക്ക് അത്ര ഒന്നും ഉണ്ടാവില്ല. അതായത് നമുക്ക് ക്ലിയർ ആയിട്ടൊന്നും കാണാനുള്ള വിഷയമൊന്നും കിട്ടില്ല. നമ്മുടെ നോർമൽ ഫോണാണ്, അങ്ങനൊന്നും നോർമൽ ഫോണായതുകൊണ്ട് നോർമൽ വിഷയമായി കിട്ടാം. അങ്ങനെ അദ്ദേഹം പറഞ്ഞു ഗൈസ്, ഈ പറഞ്ഞ സൗദിയും നമ്മുടെ ഇന്ത്യ നോക്കുമ്പോൾ സൗദി വലുതാവുന്നില്ല, നമ്മുടെ ഇന്ത്യനാണ് ഏറ്റവും വലുത്. സൗദിയിൽ കുറേ സ്ഥലങ്ങളുണ്ട്, പക്ഷെ അതിൽ അവർ മാക്സിമം യൂസ് ചെയ്തിട്ടില്ല. മാക്സിമം പറഞ്ഞാൽ അവരുടേതായ അവർ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ കുറേ സ്ഥലങ്ങളുണ്ട് നമ്മളെ പോലെ തന്നെ പഠിക്കുന്നുണ്ട്. ഈ ഫ്ലൈറ്റ് ശ്രീലങ്കയിൽ പോയിട്ട് കൊച്ചിയിലോട്ടാണ് പോകുന്നത്. പറഞ്ഞാലും എത്ര വർഷം കഴിഞ്ഞിട്ട് ഇപ്പോൾ അപ്ഡേറ്റ് ആണെന്ന് നോക്കി വേറെ ലെവലിൽ. ഈ കാണുന്നൊക്കെ നമ്മുടെ ഓയിൽ കമ്പനികളും അങ്ങനെയുള്ള കുറേ കമ്പനികൾ പരിസരത്ത് ഇഷ്ടം പോലെ ഫുൾ അറബിയുടെ കമ്പനികൾ എല്ലാം അടങ്ങുന്നതാണ്. നമ്പർ കമ്പനി അറബ് സൗദി ഇവർ ഇന്ത്യയാണ് പറയുമ്പോൾ വേറെ ലെവലിൽ കിട്ടിയത് ഒരു സീറ്റാണ്. വെള്ളം തരും.